വെൽക്കം ടു ആനീസ് കിച്ചൻ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൻ വിത്ത് ആനി. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിനെ പറ്റി നമ്മൾ വർത്താനം പറയുന്നതിന് മുമ്പ് എന്നാ പറയാനല്ലേ, ഈ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പത്തിൽ ഏത് കറി ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഡേ ബൈ ഡേ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. എല്ലാ അമ്മമാർക്കും സ്കൂൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ് എന്നാ ഉണ്ടാക്കി കൊടുക്കാം പിള്ളേർക്ക്. എന്നാൽ ടീച്ചർമാരൊക്കെ നമ്മളെ വിളിച്ച് അല്ലെങ്കിൽ ഡയറി എൻട്രി എഴുതി കൊടുത്തു വിടും, ഹെൽത്തി ഫുഡ് കൊടുത്തു വിടണം മറ്റാ മറിച്ചാണ്. പക്ഷേ നമ്മളൊന്ന് 5 മിനിറ്റ് എണീക്കാനൊന്ന് വെച്ചിട്ട് താമസിച്ചു പോയാൽ എന്നാ എടുക്കും, നമ്മൾ ഉടനെ പോകുന്നത് ഒരു ബ്രെഡിലേക്ക് അല്ലെങ്കിൽ ഒരു മാഗി നൂഡിൽസിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇഡ്ഡലി, അതൊക്കെയാണ് എളുപ്പം. ഇഡ്ഡലി ഒരു നല്ല ഹെൽത്തി ഫുഡാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിള്ളേർക്ക് ലഞ്ചിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യവും കൂടെ ഉണ്ട്, നമ്മൾ പിള്ളേർക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കുമ്പോൾ ഈ എന്നും ബ്രെഡ് തിന്നുമ്പോൾ അവർക്കും അങ്ങ് മടുത്തു പോകും. മറ്റേതാണെങ്കിലുണ്ടല്ലോ കുറച്ചൊരു വ്യത്യാസം വരും. അതായത് നമുക്ക് ഇന്നൊരു പുതിയൊരു ഫുഡ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരൊരു പിള്ളേരെയൊക്കെ കൂട്ടി ഫ്രണ്ട്സിനെയൊക്കെ അടുത്തോട്ട് ഇരുത്തിയേച്ച് അതൊക്കെ കൂടെ ഇരുന്ന് തിന്നാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. ഇന്ന് അമ്മ എന്താ സ്പെഷ്യൽ തന്നേന്ന് ചോദിച്ചേച്ച് പിള്ളേർ കൂട്ടുകാരോട് ഒത്ത് തിന്നാനൊക്കെ നമ്മൾ കഴിക്കാനൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു സന്തോഷമല്ലേ എന്ന് പറഞ്ഞ പോലെ ഇന്ന് പിള്ളേർക്ക് കുറച്ച് എന്നും ചിക്കനും മീറ്റ് ഐറ്റംസ് തന്നെ കൊടുക്കാതെ മുട്ട നല്ലയാ, അതിനകത്ത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഉണ്ണി അധികം തിന്നാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ അതുകൊണ്ടൊന്നും പിള്ളേരല്ലേ, കുഞ്ഞുങ്ങളാകുമ്പോൾ ഓടി നടന്ന് വളരുന്ന കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊന്നും ഇല്ല. അവർക്ക് എന്നാ കൊടുത്താലും പിള്ളേർ രുചിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ എന്നാ പറയുക, ഹെൽത്തിനെയും നമ്മൾ ഏറ്റവും കൂടുതൽ അമ്മമാർ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ കുഞ്ഞിലേ നമ്മൾ കൊടുത്ത് ശീലിക്കുന്ന ആ രുചി തന്നെയായിരിക്കും പിള്ളേരുടെ നാവിൽ ഉള്ളോ കാലം ഉണ്ടാവുക. കാര്യം നമ്മളും കുഞ്ഞുനാളിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കി തന്ന ആഹാരങ്ങൾ കഴിച്ച് നമ്മളിപ്പോഴും പറയും, അയ്യോ ആ ഒരു ചമ്മന്തി മതി ഒരു കലം ചോറുണ്ണാനെന്നൊക്കെ പറഞ്ഞേച്ച് നമ്മൾ വർത്താനം പറയാറുണ്ട്. അന്ന് പറഞ്ഞ പോലെയാ നമ്മുടെ അമ്മമാരെ ഏറ്റവും സ്വാദായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് എന്നും ഈ ജങ്ക് ഫുഡ്സ് കഴിക്കാതെ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഇഷ്ടമാവും. അതുകൊണ്ട് ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പനീറിൻ്റെ റെസിപ്പിയാണ്. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പക്ഷേ പെട്ടെന്ന് കണ്ടുപിടിച്ച ഒരു റെസിപ്പി ആയതുകൊണ്ട്, അതായത് വീട്ടിലിരുന്ന ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സാറ്റർഡേ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു നോയമ്പ് സമയത്തായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേറെ ഈ പറഞ്ഞ നോൺ വെജ് ഒന്നും കഴിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഒരു പെട്ടെന്നൊരു സാധനം കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ. അതിന് വേണ്ട സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പനീർ വെച്ചൊരു കറി ഉണ്ടാക്കി അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയ സാധനങ്ങൾ, ഇതിന് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുക, നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കല്ലേ, നെയ്യ് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അതിന് വേണ്ടിയത് കുറച്ച് സവാള, പിന്നെ വേണ്ടിയത് ഇച്ചിരി ക്യാപ്സിക്കം, കുറച്ച് ടൊമാറ്റോ, ഇത് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞതാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ജീരകപ്പൊടി, ഇതെന്നാന്നറിയോ, ഇച്ചിരി കായമാണ്, ഉപ്പ്, കുറച്ച് പച്ചമുളകൊന്നുമല്ല, ഒരു 3 പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടേക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് ഫ്രഷ് ക്രീം, മല്ലിയില, കുറച്ച് കസൂരി മേത്തി, പിന്നെ വേണ്ടിയത് ഒരിച്ചിരി പനീർ. ഇപ്പോൾ ഈ പനീർ എന്നാത്തന്നെയാണെന്നറിയോ ഈ നീളത്തിലൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്നത്, നമ്മൾ പ്രസൻറ്റേഷൻ കൊണ്ടാണ്. പ്രസൻറ്റേഷൻ നമ്മൾ കാണിക്കുമ്പോഴത്തേന് കുറച്ച് നല്ലതായിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ഫുഡിനോടൊരു അട്രാക്ഷൻ കൂടുന്നതെന്നൊക്കെ പറയും. ഫസ്റ്റ് പ്രസൻറ്റേഷനിലാണ് അതിന് അട്രാക്ഷൻ, പിന്നെ രുചിയിലാണ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് രുചി ഇച്ചിരി കുറഞ്ഞാലും പ്രസൻറ്റേഷൻ നല്ലതാണെങ്കിലും ആൾക്കാർ വലിയ കുറ്റം പറയല്ലെന്നാണ് പറയുന്നത്. ഇതൊക്കെ അറിയാൻ മേല. പക്ഷേ ഇനിയിപ്പോൾ എന്നാ രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്താലും നാവിൽ രുചിയുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും അതിൻ്റെ ചീത്തയാണെന്ന് പറയും, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നെ പറയും. പക്ഷെ അങ്ങനെയൊന്നും ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഇതുവരെ ആരും കുറ്റം പറഞ്ഞു വന്നിട്ടില്ല. പക്ഷേ ദൈവകൃപയാൽ ഇതുവരെ ചെയ്യുന്നതൊക്കെ നന്നായി വരട്ടെ, ഇനി വരുന്നത് നന്നാവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ന് ചെയ്യുന്നതും ഈശ്വര അനുഗ്രഹത്തോട് നന്നായി വരണേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. ഫസ്റ്റ് എന്നാ ചെയ്യണമെന്നറിയോ, നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പനീർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എന്നാന്നോ ഈ വയസ്സെന്നവരൊക്കെ കഴിക്കുമ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി അത് പൊടിഞ്ഞു പോകുമെന്ന്, കഴിക്കാൻ ഒക്കുകയല്ല എന്ന് പറഞ്ഞു, അതിൻ്റെ കട്ടി കൊണ്ട്.
അഥവാ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പനീർ ഒന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രണ്ടിലും ഏതാ നമ്മുടെ വീട്ടുകാരുടെ അംഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതനുസരിച്ച് വേണം നമ്മുടെ പനീറിനെ ചെയ്യാൻ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പനീറൊക്കെ ചെയ്തപ്പോഴത്തേനും അതിന് ഷാലോ ഫ്രൈ ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ചെയ്യുമ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രസൻറ്റേഷൻ ഒന്ന് എന്താ പറയുക ഒന്ന് പൊട്ടാതെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒത്തിരി ഒന്നും ചെയ്തില്ല, ഒരു ഇച്ചിരി മുരിക്കത്തെ. ഇതിന് ഏറ്റവും നല്ലത് നമ്മുടെ ഇരുമ്പിൻ ചട്ടിയാണ് ഈ കറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. നോൺ സ്റ്റിക്ക് പാനിനെക്കാട്ടും നല്ലത് ഇതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഇതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാവർക്കും ഇതിലങ്ങ് ശീലമായി. ഒത്തിരി മൂപ്പിക്കണ്ട, ഒരു ചെറുതായിട്ട് 4 വശവും തിരിച്ചിട്ട് അങ്ങ് മൂപ്പിച്ചാൽ മതി. അപ്പോൾ പൊട്ടിപ്പോരിയേല. ഇത് ഇത്രയും മൂത്താൽ മതി. ഇനി ഇതിനെ മാറ്റാവേ. ഇങ്ങനെ മൂപ്പിച്ചെടുക്കുവാണെങ്കിൽ ഒത്തിരി കട്ടിയാവുകയില്ല, എന്നാൽ ഒരു ഇച്ചിരി ആ ഒരു ഫ്രൈ ആയതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടുവേ. എന്നുവെച്ച് ഇതിനകത്തോട്ട് ഉള്ളി ഇടും. പനീർ മൂപ്പിക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി ലോ ഫ്ലെയിമേ ചെയ്തേച്ചാൽ മതി. സിമ്മിൽ ചെയ്യുമ്പോഴത്തേന് ഒത്തിരി പെട്ടെന്ന് മൊരിഞ്ഞ് വരികയില്ല. ഈ പരുവത്തിനാണ് നല്ലത്. അതുകൊണ്ടാകുമ്പോഴത്തേക്ക് ഇപ്പോൾ വയസ്സ് ചെന്നവരുണ്ടെങ്കിൽ പോലും ആ ഒരു എന്താ പറയുക സോഫ്റ്റ്നെസ് ആ പനീറിനകത്തുണ്ടാവും. അതല്ല നമുക്ക് ഇച്ചിരി ഫ്രൈ ആയിട്ട് വേണം എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ അതിനും പരാതി കാണുകയില്ല, അത് ഇച്ചിരി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊന്ന് വറുത്തെടുത്തേച്ചാൽ മതി. 4 വശവും മുരിക്കാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ 2 വശം മുരിച്ചെടുത്തേച്ചാലും മതി. ഇത് ഇച്ചിരി വാടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ്. ഇച്ചിരി വാടിക്കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്ന് അറിയാം. നമ്മൾ ഇഞ്ചി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു ഇച്ചിരി അലങ്കരിക്കാൻ വെച്ചേച്ച് ബാക്കി മാത്രം ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. അതായത് ഒരു ജൂലിയൻസ് ആയിട്ട് അരിയണം. ഇതിപ്പോൾ ജൂലിയൻസ് ആയിട്ടല്ല അരിഞ്ഞേക്കുന്നത്. നേരം കിട്ടാത്തതുകൊണ്ട് ഒരു ഇച്ചിരി കട്ടിയുണ്ടെന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് ഒരു ഇച്ചിരി അരിഞ്ഞേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എരിവ് അനുസരിച്ച്, അതായത് നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട്, എന്നാലും നമ്മുടെ പനീറിനകത്തൊക്കെ ഇത് ഇച്ചിരി പച്ചമുളക് കിടക്കുന്ന കാണാൻ തന്നെയാണ് നല്ലത്. അതിനനുസരിച്ച് മുളക് പൊടി ഇച്ചിരി കുറച്ചോ. അപ്പോൾ ഇഞ്ചി, ഉള്ളി, പച്ചമുളക് ഇത്രയാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. ഇതൊന്ന് ഇച്ചിരി വാടി കഴിയണേ. ഞാൻ ആ ഉള്ളി വഴറ്റാന്ന് പറഞ്ഞാൽ നല്ലോണം വഴറ്റിയിട്ടുണ്ട്. ഇനി ആർക്കും ഒരു പരാതിയും വരികയില്ല. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്സിക്കം ഇതിനകത്തോട്ട് ഇടണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടൊമാറ്റോ ഇടണം. ഇനിയാന്നു പണി. എന്നാന്ന് വെച്ചാൽ ഉള്ളി വഴറ്റുന്നത് ഭേദമായിരുന്നു. പക്ഷേ ഇനി എന്നാന്ന് വെച്ചാൽ ഈ ടൊമാറ്റോ ഒന്ന് ഉടയുകയും വേണം, എന്നാൽ ക്യാപ്സിക്കം ഉടഞ്ഞു പോവുകയും ചെയ്ത് അത് ഇച്ചിരി വേവുകയും വേണം. എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ടൊമാറ്റോ ഇച്ചിരി വെന്താൽ മതിയേ. ടൊമാറ്റോ ഒരു ഇച്ചിരി ഒന്ന് അയഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആ പൊടിയെല്ലാം ചേർക്കാം. അപ്പോൾ എന്നാന്നറിയോ, നമ്മുടെ മസാലയും കൂടെ ഒരു ഇച്ചിരി മൂക്കുവേ. ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, സെക്കൻഡ് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ. എന്നാലും കുറയ്ക്കേണ്ട, ഒരു നല്ലൊരു വലിയ സ്പൂൺ ഇട്ടോ. ഒത്തിരി
ഒത്തിരി വലുതല്ല, ഇതൊരു ടീസ്പൂണാണ്. കുറച്ച് മല്ലിപ്പൊടി, ഒരു ഇച്ചിരി ഗരം മസാല, ഒരു ഇച്ചിരി ജീരകപ്പൊടി. ഈ മസാല ചേർത്തേക്കുന്ന മസാലയെല്ലാം ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ എന്നാ ചെയ്യണ്ടേ, നമ്മൾ കായം പറഞ്ഞില്ലേ, അത് ഒരു നുള്ള് അല്ല, ഒരു ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ ഇട്ടോ. അയ്യേ ഇതിനെ കായത്തിൻ്റെ ചവ് വരികയില്ല എന്നുള്ളത് നോക്കണ്ട, വരികയില്ല. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കസൂരി മേത്തി ഇട്ടിട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പോവാണ്. എന്നാത്തിനാന്നറിയോ, ആ മസാല ഒന്ന് നല്ലൊരു ഗ്രേവി പരുവാവാനാണ്. ഒത്തിരി ഒഴിക്കുകയല്ല, ഒരു ഇച്ചിരി. കണ്ടോ, ഇപ്പം തന്നെ ആ ടൊമാറ്റോ ഒക്കെ നല്ല അങ്ങ് ഉടഞ്ഞ് തിക്ക് ഗ്രേവി ആവുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ക്യാപ്സിക്കം മാത്രമേ ഉടയുകയില്ല, അത് ആ ഗ്രീൻ കളർ തന്നെ കിടക്കും. ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, ഒരു ഇച്ചിരി ക്രീം, ഫ്രഷ് ക്രീം ചേർക്കണം. ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി, പിന്നെ നമ്മൾ വാങ്ങാറാവുമ്പം ഒരു ഇച്ചിരി കൂടി ചേർക്കണം. കുറച്ച് മല്ലിയില, കസൂരി മേത്തിയുടെ മണം കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ചേർക്കാം. ഇപ്പം ഞാൻ ഈ ഒറിഗാനോയുടെ പേര്, ബേസിൽ, പാസ്ലി, തൈം എന്നൊക്കെ ഞാൻ കുറേ സാധനങ്ങൾ ഇവിടെ പറയാറുണ്ട്. അപ്പോൾ കുറച്ച് പേര് എന്നോട് പറയാറുണ്ട് അതൊക്കെ എന്നാ സാധനമെന്ന്. ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവ ചീരയുടെ ആ ഇല, ഉലുവയുടെ ഇല ഉണങ്ങി പൊടിച്ചെടുത്തേക്കുന്ന ഇത്. അതുകൊണ്ട് അത് നമുക്ക് എല്ലായിടത്തും മേടിക്കാനായിട്ട് കിട്ടും. ഇനി എന്നാ ചെയ്യേണ്ടത്, നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിനകത്തോട്ട്, ഒത്തിരി ഇടുകയില്ല. പിന്നെ നമുക്ക് ഗ്രേവിക്ക് ഉപ്പ് പോരാന്ന് തോന്നുവാന്നേലും ഒരു ഇച്ചിരി ചേർത്തേച്ചാൽ മതി. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയോ, നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന പനീർ ഇതിൻ്റെ മുകളിലോട്ട് വയ്ക്കണം. എന്നാലേ ഇതിനകത്തൂടെ ആ പനീറിൻ്റെ ആ ഗ്രേവിയുടെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. സ്ലൈറ്റായിട്ടേ ഞാൻ വറുത്തിട്ടുള്ളൂ, ഒരു ഷാലോ ഫ്രൈയേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ടോ, അപ്പോൾ പനീർ ഇപ്പോഴും സ്റ്റിൽ സോഫ്റ്റാണ്. അതല്ല, നമുക്ക് നല്ലോണം കൈവാക്കം ഉണ്ടെങ്കിലുണ്ടല്ലോ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പനീർ നേരത്തെ വറുക്കുന്നതിന് പകരം നമ്മൾ ഈ സമയത്തല്ല, നമ്മൾ ആ എന്നാ ക്രീം ചേർക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു പരുവല്ലേ, ആ സമയത്ത് പനീർ ഓരോന്നായിട്ട് ഇട്ടിട്ട് ആ ഗ്രേവിയിൽ ഇങ്ങനെ മറിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അത് പക്ഷേ നല്ല കൈവാക്കം ഉണ്ടെങ്കിൽ, ഇത്രയോ റെസിപ്പീസ് ചെയ്ത് നല്ല കൈവാക്ക് വന്നിട്ട് പോലും എനിക്ക് ഇതുവരെ അത് ആ പൊടിയാതെ ഈ സെയിം പീസസ് ആയിട്ട് തന്നെ എടുക്കാനുള്ള കൈവാക്കായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അതിനെ വറുത്തെടുക്കുന്നത്. അതല്ല, നല്ല കൈവാക്കുള്ളവരാണെങ്കിൽ ആ ഗ്രേവിയുടെ കൂടെ ഇട്ട് തിരിച്ചു മറിച്ച് മീനൊക്കെ വറുത്തെടുക്കുകയില്ലേ എന്ന് പറഞ്ഞ കൂട്ട് അതങ്ങ് വറുത്തെടുത്തേച്ചാൽ മതി. അതല്ല, ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത പോലെ ചെയ്യുക. അന്നേച്ച് ഒരു 5 minutes to 10 minutes ആ ഗ്രേവി കംപ്ലീറ്റ് നമ്മുടെ പനീറെ പിടിക്കുന്നിടം വരെ ഉള്ള ഒരു സമയം കൊടുത്തേച്ചാൽ മതി. അത് നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഒരു ബട്ടൂര നല്ലതാ, റോട്ടി നല്ലതാ, ചപ്പാത്തി നല്ലതാ, ചുരുക്കം പറഞ്ഞാൽ ഒരു ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയായത്. ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ട്രൈ ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ എന്നാ പറയുക, ഫ്ലേവറും ടെക്സ്ചറും എല്ലാം വന്നാലേ അതൊക്കത്തുള്ളൂ, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് എന്നാ ചെയ്യണം, ഏത് കറി വെച്ചാലും അതിന് അതിൻ്റേതായ സമയം കൊടുക്കണം. മിനിമം 10 minutes to 5 minutes.